ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി അരി നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടുതൽ വേണ്ട കേട്ടോ, ഇത്രയും മതി. ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 1.5 കപ്പ് പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തിളക്കാറായി തുടങ്ങിയപ്പോഴേക്കും കുറച്ചൊന്ന് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഇതൊക്കെ വെന്ത് ഒന്ന് കുറുകിയിട്ട് വരണം കേട്ടോ. അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇതാ ഇതിവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടാലും ഇതാ കുറച്ചും കൂടെ ഒന്ന് തിക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൈഗറിൻ്റെ ബദാം മിക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു യെല്ലോ കളർ കിട്ടുകയും ചെയ്യും, നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബദാമും പിസ്താഷ്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ തണുപ്പില്ലാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. നടുക്ക് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബദാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെരുന്നാളിന് ഓഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Stay home, stay safe. Thank you.